നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന് വേണ്ടി, ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നന്ദേട്ടനോട് അപേക്ഷിക്കാം. എല്ലാ പിണക്കവും മറന്ന് നന്ദേട്ടൻ വരണം. സ്നേഹയുടെ തലയിൽ കൈവച്ച് അവളെ അനുഗ്രഹിക്കുകയും വേണം. അവന്തികെ, ആ എന്താ നോക്കി നിൽക്കുന്നത്? വാ. ആ സ്നേഹ, മോളിരിക്കെ. വാ. എന്തിനാ മടിക്കുന്നെ? ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം. സൗഭാഗ്യവതിയാ നീ. ശരിയാ, ഞാൻ സൗഭാഗ്യവതിയാ. പക്ഷേ ഈ സന്തോഷത്തിൽ ഒത്തുചേരാൻ എന്റെ നന്ദേട്ടനും സച്ചേട്ടനും സന്ദീപേട്ടനും ഒക്കെ എവിടെ? അവരൊരു സന്തോഷത്തിൽ പങ്കുചേരേണ്ടതല്ലേ? മോളെ, നന്ദേട്ടന്റെ പിണക്കൊന്നും ഇതുവരെ മാറിയിട്ടില്ലല്ലോ. നന്ദേട്ടൻ വരാതെ എനിക്ക് ഇങ്ങനൊരു ചടങ്ങ് വേണ്ട ഏട്ടത്തി. ഞാനിവിടെ ഇരിക്കില്ല. ഇപ്പൊ എന്റെ സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ അവരും കൂടി ഈ ചടങ്ങിൽ വേണം. സന്ദീപും സച്ചേട്ടനും ഇപ്പൊ വരും. നന്ദേട്ടൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്നിട്ടും ഇങ്ങോട്ട് വന്നു പോലുമില്ല. മോളെ, അവന്റെ സ്വഭാവം മോൾക്കറിയില്ലേ? അച്ഛനടുത്ത് ചെന്ന് വിളിച്ച നന്ദേട്ടൻ വരും. ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ നന്ദേട്ടന്റെ വിരലിൽ തൂങ്ങി നടന്നത്. എത്ര നാള് നന്ദേട്ടൻ എന്നെ എടുത്തുകൊണ്ട് നടന്നു. നന്ദേട്ടൻ എന്നോട് പിണങ്ങി നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ ഈ ചടങ്ങിൽ വേണം. ഏട്ടത്തി പറഞ്ഞ നന്ദേട്ടൻ കേൾക്കും. പ്ലീസ് ഏട്ടത്തി, എനിക്ക് വേണ്ടി. മോളെ, ഇവിടെ വെച്ച് നിന്റെ കല്യാണം നടത്തിയപ്പോൾ പോലും നന്ദനൊന്നും വന്നില്ല. അർച്ചനെ, നമ്മളിനി എന്താ ചെയ്യണ്ടേ? ഞാൻ പോയി നന്ദേട്ടനെ വിളിക്കാം. നന്ദേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷെ എന്നിട്ടും നന്ദേട്ടൻ വന്നില്ലെങ്കിൽ പിന്നെ നീ വാശി പിടിക്കരുത്. നന്ദേട്ടൻ ഇല്ലാതെ തന്നെ ഈ ചടങ്ങ് നടക്കണം. അതിനെ നീ സമ്മതിക്കണം. നന്ദേട്ടൻ വരാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുക സ്നേഹ. നന്ദേട്ടൻ ഇല്ലാതെ ഈ ചടങ്ങ് അവൾക്ക് വേണ്ടെന്ന് അവള് പറയുന്നു. എത്ര നാള് നന്ദേട്ടന് ഇങ്ങനെ അവളോട് പിണങ്ങി നടക്കാൻ പറ്റും? നന്ദേട്ടന്റെ മനസ്സിൽ അവളോട് അത്ര വലിയ പിണക്കമൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഈ ഗൗരവം കളയാൻ വയ്യ, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നന്ദേട്ടൻ എന്റെ മുഖത്ത് നോക്കി പറയും, നന്ദേട്ട, ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയ മരുമകളാ. പക്ഷെ നന്ദേട്ടന്റെ മനസ്സിൽ ഒരു സഹോദരിയുടെ സ്ഥാനമുണ്ടെന്ന എന്റെ വിശ്വാസം. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആണല്ലോ.
നന്ദേട്ടന്റെ മനസ്സിൽ എനിക്കൊരു കൂടപ്പിറപ്പിന്റെ സ്ഥാനം തരുന്നുണ്ടല്ലോ. ആ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുക, നന്ദേട്ടൻ സ്നേഹയോടുള്ള പിണക്കം എല്ലാം ഒന്ന് കളയണം. എന്നിട്ട് എന്റെ കൂടെ ഒന്ന് വരണം. അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമല്ലേ നന്ദേട്ട ഇപ്പൊ നടക്കാൻ പോകുന്നത്. അവളുടെ വയറ്റിൽ വളരുന്ന ആദ്യത്തെ കുഞ്ഞ്, ഈ കുടുംബത്തെ ജനിക്കാൻ പോകുന്ന പേരക്കുട്ടി. ഇതിനേക്കാൾ വലിയ സന്തോഷം ഈ വീട്ടില് മറ്റെന്താണുള്ളത് നന്ദേട്ട? നാളെ ആ കുഞ്ഞ് നന്ദേട്ടനെ അമ്മാവാന്ന് വിളിക്കേണ്ടതാ. അവളോട് പിണങ്ങിക്കൊള്ളും. പക്ഷെ അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനോട് അതിനോട് എന്തിനാ പിണക്കം കാണിക്കുന്നത്? ഈ വീടിന്റെ സന്തോഷവും അഭിമാനവുമായിട്ടാ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കേണ്ടത്. നന്ദേട്ടന്റെ ഉള്ളിലെ പിണക്കത്തിന്റെ ഒരു നിഴൽ പോലും ആ കുഞ്ഞിന്റെ മേല് വീഴരുത്. ഇത്രയും നാള് നന്ദേട്ടൻ സ്നേഹയോട് പിണങ്ങി നടന്നു. എന്നാലും നന്ദേട്ടന്റെ ഉള്ളില് അവളോട് ഒരു വെറുപ്പും ഇല്ലാന്നുള്ളത് എനിക്കറിയാം. നന്ദേട്ട, അവൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴെങ്കിലും ഈ പിണക്കവും പരിഭവവും എല്ലാം മാറണം. ഇതെന്റെ അപേക്ഷയാ. എനിക്ക് തന്ന സഹോദരിയുടെ സ്ഥാനം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്റെ വാക്കുകൾ നന്ദേട്ടൻ കേൾക്കും. ഒരു പക്ഷെ ഇവിടെ ഇപ്പോ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് ആ അമ്മ പറഞ്ഞ നന്ദേട്ടൻ കേൾക്കില്ലായിരുന്നോ? അതോ ആ വാക്കുകൾ നിഷേധിക്കുമായിരുന്നു? നന്ദേട്ടൻ വരുന്നതും കാത്ത് ചങ്ക് തകർന്ന ഒരാളും കൂടി അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ അച്ഛൻ. ഇനിയും ആ പാവത്തിനെ വേദനിപ്പിക്കണോ? ഒരേ വയറ്റിൽ പിറന്ന മക്കള് തമ്മില് ഇങ്ങനെ ശത്രുക്കളെ പോലെ ജീവിക്കുന്നതുകൊണ്ട് അച്ഛൻ വിഷമിക്കുന്നത് നന്ദേട്ടൻ കാണുന്നില്ലേ? അച്ഛന് വേണ്ടി, ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നന്ദേട്ടനോട് അപേക്ഷിക്കാം. എല്ലാ പിണക്കവും മറന്ന് നന്ദേട്ടൻ വരണം. സ്നേഹയുടെ തലയിൽ കൈവച്ച് അവളെ അനുഗ്രഹിക്കുകയും വേണം. പിറക്കാൻ പോകുന്ന അവളുടെ കുഞ്ഞിന് എല്ലാ നന്മകളും നേരണം. രക്തബന്ധം എന്ന് പറഞ്ഞ അതെല്ലാ മുറിവുകളും ഉണക്കാനുള്ള ഔഷധമല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.